KSRTCയിൽ ഏറെക്കാലമായി കാത്തിരുന്ന ബോണസ് എത്തിയപ്പോൾ അർഹതയുള്ളവർ പക്ഷേ 10-ൽ താഴെ മാത്രമാണ്. 7000 രൂപ വീതമാണ് ഇവർക്ക് ബോണസായി ലഭിക്കുന്നത്. ഏറെക്കാലത്തിനു ശേഷമാണ് KSRTC ജീവനക്കാർക്ക് ബോണസ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ട്രാൻസ്പോ പ്രദർശന വേദിയിൽ ഇത്തവണ ഓണശമ്പളത്തോടൊപ്പം ബോണസും ഉണ്ടാകുമെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം കയ്യടിയോടെ സ്വീകരിച്ച ജീവനക്കാർക്ക് ബോണസിനുള്ള ശമ്പള പരിധി ഉയർത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. 24,000 രൂപ വരെ ശമ്പളം വാങ്ങുന്നവർക്കാണ് ബോണസിന് അർഹതയുള്ളത്. 22,500 സ്ഥിരം ജീവനക്കാരുള്ളതിൽ ഭൂരിഭാഗവും 35,000-ന് മേൽ ശമ്പളം വാങ്ങുന്നവരാണ്. ഫലത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും ബോണസിന് അർഹതയില്ല. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ബോണസ് പരിധി പുതുക്കാനാവില്ലെന്ന നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശമ്പളവും ആനുകൂല്യങ്ങളും ഇത്തവണ ഓണാവധിക്ക് മുൻപ് തന്നെ നൽകുന്നുവെന്നതാണ് മറ്റൊരാശ്വാസം. കരാർ താൽക്കാലിക ബദലി ജീവനക്കാർക്കും 1000 രൂപ വീതം ഉത്സവ ബത്ത നൽകും. ബോണസും ഉത്സവ ബത്തയും തിങ്കളാഴ്ച നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിന് ഒരു ദിവസം കൂടി എടുത്തേക്കുമെന്നാണ് വിവരം. 4,50 കോടി രൂപയാണ് ഇതിനായി വേണ്ടിവരിക.